മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ നമുക്ക്. വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, ഗോതമ്പ് പൊടിയൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം. വളരെ സിമ്പിളായിട്ട് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്ത് ഈ 1/4 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ച ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ പാല് വെച്ച് അത് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാല് സ്റ്റൗവിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പോളം പഞ്ചസാര വേണം കേട്ടോ. കാരണം പഞ്ചസാര കുറച്ച് മുമ്പിട്ട് നിന്നാൽ മാത്രമാണ് നമുക്ക് മാംഗോ ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചൂടാവുന്നതിന് മുമ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഗോതമ്പ് പൊടി കട്ടിയായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാല് ചൂടാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പഞ്ചസാരയും ഗോതമ്പ് പൊടിയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിയിൽ പിടിക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇതൊരു കുറുക്ക് പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടിയും പഞ്ചസാരയും പാലും കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്രീമി പരുവും നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു കുറുക്കിൻ്റെ ഇത് അടിയിൽ പിടിക്കാതെ കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം വേണം. ഇനി നമുക്ക് ഇത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുക്കണം കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ നമുക്ക് ഏകദേശം 1/2-3/4 മണിക്കൂറോളം തണുക്കാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മാമ്പഴം ഇനി അരച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ല പഴുത്ത മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മാമ്പഴം നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം അരച്ചെടുക്കാം. മാമ്പഴം അപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണം നമ്മൾ ആദ്യം തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഗോതമ്പ് മിക്സും പാലും കൂടെ ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ മാമ്പഴവുമായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാമുള്ളൂ. അല്ലെങ്കിൽ മാമ്പഴവുമായിട്ട് ചേരുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മാമ്പഴത്തിലേക്ക് ചേർക്കാമുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് അല്ലെങ്കിൽ മാംഗോ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ മാംഗോ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഓപ്ഷണലാണ്. ഈ ഒരു വാനില എസൻസ് ചേർക്കുക അല്ലെങ്കിൽ മാംഗോ കളർ ചേർക്കുക, മാംഗോ എസൻസ് ചേർക്കുക, ഇതൊക്കെ ഒരു ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. വാനില എസൻസോ അല്ലെങ്കിൽ മാംഗോ എസൻസോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവറും കളറും കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടുള്ളത് എല്ലാം തന്നെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ നല്ലൊരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് ഇത് വെച്ച് ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഒന്നുകൂടി ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് നല്ലത്. കാരണം ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും വേണം ഇത് നല്ല സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഈ 2 മണിക്കൂറിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ആ ഒരു ശരിക്കും ഒരു ക്രീമി പ്രൊസീജിയർ കിട്ടണമെങ്കിൽ ശരിക്കും 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടെ എടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് എടുത്ത സംഭവമാണിത്. അപ്പോൾ ഏകദേശം ഓവർനൈറ്റൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് സ്ലൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം അല്ലേ. കുറച്ച് മാംഗോ തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത മാംഗോ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ മാംഗോ ഐസ്ക്രീം. സൂപ്പർ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാംഗോയും പാലും പാൽപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയുടെ ഒരു ഫ്ലേവറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. വാനില ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു രുചിയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്തോളൂ. വാനില കൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ എല്ലാ ദിവസവും നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.